ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കാണ്ടും ബൈസനും കൂടിയായിട്ട് ബൈസൻ്റെ റൂമിൽ ഇരിക്കുന്നതാണ്. ആ സമയം അവൻ മുമ്പ് താമസിക്കുന്ന സമയത്തുണ്ടെന്ന് വീട്ടിലെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോക്സ് എടുത്ത് നോക്കുന്ന ടൈമിൽ അതിൻ്റെ അകത്ത് ഒരു ബാൻഡിൻ്റെ CD സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം ഇത് കണ്ടിട്ട് കാണുന്നുണ്ട്, നിനക്ക് ഈ ഗ്രൂപ്പിന് ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ അല്ല എനിക്കല്ല, എൻ്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ബൈസൺ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നോക്കുന്ന ടൈമിന് ഇവരുടെ ഫാമിലി ഫോട്ടോ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രിസ്ബി ഒക്കെ കളിക്കുന്നതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇവർ സംസാരിക്കുകയാണ്. അതേ ടൈമിന് കാണുന്നുണ്ട് തൻ്റെ പാരൻസിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അതായത് താൻ കുഞ്ഞായിരുന്നപ്പോൾ പാരൻസിൻ്റെ കൂടെ ഒത്തിരി പ്രാവശ്യം എബ്രോഡ് പോയി ട്രാവൽ ചെയ്യായിരുന്നു. പക്ഷേ ആ സമയം ബേബി ഭയങ്കര കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോയില്ല. ആ ഒരു സമയത്തായിരുന്നു അപകടം പറ്റിയിട്ട് അമ്മയും അച്ഛനും മരിച്ചു പോയത്. ഞാനെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ അത് മിക്കവാറും ബേബേനെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ട് നീ വേണമെന്ന് കരുതിയിട്ടായിരിക്കും നീ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് അതുമാത്രമല്ല നിന്നെ നോക്കണ്ടേ, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്ന ടൈമിന് ബൈസനാണെങ്കിൽ ഇനിയിപ്പോൾ പോലീസുകാർ വീണ്ടും നിൻ്റെ കേസ് റീ ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ബേബി അവനെ സ്വയം നോക്കാൻ കണക്കിന് ഓക്കെ ആയിട്ടുണ്ടാവണം, ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവണം. എനിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നോട് ജയിലിൽ വന്ന് നടക്കാം, എനിക്കിനി നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നീയാണിപ്പോൾ എൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ സ്റ്റൈലും പിന്നെ ഫഡേലും കൂടെ ആയിട്ട് ഇപ്പോഴും ഇവരന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തെങ്കിലും ഫഡേലിനാണെങ്കിൽ ബൈസൺ ഒരുപക്ഷെ അവൻ്റെ പാരൻസിൻ്റെ വീടുള്ള ആ ഐലൻഡിൽ ഇപ്പോൾ ഉണ്ടാകും എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ രണ്ടുപേരും നേരെ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫഡേൽ കിടന്നുറങ്ങുവാണ്. സ്റ്റൈൽ അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അവിടെ പാട്ടിടാനായിട്ട് ഇവൻ്റെ കയ്യിൽ CD എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് പതുക്കെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഓപ്പൺ ചെയ്യുന്ന ടൈമിന് ഇവൻ നോക്കിയപ്പോൾ അതിനകത്ത് അതൊരു പയ്യൻ്റെ ഫോട്ടോ ഇട്ടുവാണ്. ആ സമയം ഇവൻ ആരാന്നറിയാന്നുള്ള രീതിയിൽ സ്റ്റൈല് ഫഡേൽ കിടന്നുറങ്ങുന്നത് കൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അതേസമയം ഫഡേൽ എഴുന്നേൽക്കുന്നുണ്ട്. ഇവ ഉടനെ തന്നെ തിരിച്ച് വെച്ചിട്ട് ആ ഡാഷ്ബോർഡ് ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ഫഡേൽ എണീറ്റപ്പം നീ ഉറക്കണീറ്റോ, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുമായിരുന്നു. ബൈസൺ ശരിക്കും ആ സ്ഥലത്ത് തന്നെ ഉണ്ടോ നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫഡേൽ അവിടെ ഉണ്ടാവാൻ ചാൻസ്, അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പാരൻസിൻ്റെ വീട് ഐലൻഡിലാണെന്ന്, അപ്പോൾ അവർ അവിടെ തന്നെ കാണുമെന്ന് പറയാണ്. അതേസമയം കാണ്ടിപ്പോൾ ജീവനോടെ കാണുമോ അത് ബൈസൺ അവനെ കൊന്നിട്ടുണ്ടായിരിക്കുമോ, ജീവനോടെ ഉണ്ടായിരുന്നാൽ മതി എന്ന് സ്റ്റൈൽ പറയുന്നുണ്ട്. ഇതായിട്ട് ഫഡേൽ അതിനൊരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല, അത് അവിടെ ചെന്ന് നീ തന്നെ നോക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും അവൻ ഓക്കെയാണ്, അവൻ മരിച്ചിട്ടില്ല, നിനക്കൊന്ന് കള്ളമെങ്കിലും പറഞ്ഞുകൂടെടാ. അതുമാത്രമല്ല പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും കടയിൽ കയറിയിട്ട് വേറെ ഡ്രസ്സ് വാങ്ങിച്ചാലോ, കാരണം ഞാൻ ഇപ്പം നിൻ്റെ ഡ്രസ്സല്ല ഇട്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേറെ ഡ്രസ്സ് ഇടണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ നിനക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണല്ലോ, അതൊന്നും പറ്റത്തില്ല, നേരെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ നിനക്ക് എന്തുവാ ഇത്തിരിയിലത് സ്നേഹം കാണിച്ചുകൂടെ, നീ എന്തായാലും എന്നെ കൊല്ലാൻ പോവല്ലേ, കൊല്ലുന്ന ടൈമിന് എനിക്ക് എൻ്റെ ഇഷ്ടത്തിലുള്ള നല്ല സ്റ്റൈലും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കണമെന്നല്ലേ ആഗ്രഹം, എന്നാലല്ലേ ന്യൂസിൽ വരുമ്പോൾ എന്നെ കാണാൻ ലുക്കായിട്ടുണ്ടാവുള്ളൂ, എന്നാലല്ലേ ന്യൂസിൻ്റെ അകത്ത് സുന്ദരനായിട്ടൊരു പയ്യൻ നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടുള്ളൊരു പയ്യൻ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊക്കെ ന്യൂസ് വരത്തുള്ളൂ. അതാകുമ്പോൾ എൻ്റെ അച്ഛന് അത് എൻ്റെ ബോഡിയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാം സെറ്റായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇവനാണെങ്കിൽ ഇതൊക്കെ പറയുന്നിട്ട് ഫഡേൽ ഇവനെന്താ ഇങ്ങനെയെന്നുള്ള രീതി നോക്കി വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ കടയിലോട്ട് ഇറങ്ങുന്നതാണ്. അങ്ങനെ സ്റ്റൈൽ ഓരോ ഡ്രസ്സ് നോക്കുന്ന ടൈമിന് ഫഡേലിൻ്റെ അടുത്ത് ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡേൽ മര്യാദയ്ക്കുള്ള ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ എടുത്തിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഫഡേലാണെങ്കിൽ ഇങ്ങനെ പറയുന്നതായിട്ട് സ്റ്റൈൽ ദേഷ്യപ്പെടാതേന്നേ, ഞാനിവിടെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ വന്ന ഫീലാണ് എനിക്കുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ചെയ്തു തരണം. അത് പിന്നെ നീ എന്നെ കൊന്നു കഴിയുമ്പോൾ എൻ്റെ ഡെഡ് ബോഡി നല്ല കാണാൻ കൊള്ളാമെന്നുള്ള സ്ഥലങ്ങളായിട്ടുള്ള ഏതെങ്കിലും കടലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മൗണ്ടെയിനിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടിടണം, അല്ലാണ്ട് വല്ല അഴുക്കും ചെടി കിടക്കുന്ന സ്ഥലത്തൊന്നും കൊണ്ടുവിടല്ലേ, എങ്കിൽ പിന്നെ എൻ്റെ ആത്മാവ് അവിടെ എവിടെയെങ്കിലും കറങ്ങിപ്പോവും, അതുകൊണ്ട് നല്ല സ്ഥലത്ത് കൊണ്ടുവിടേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതൊക്കെ ആയതുകൊണ്ട് ദേഷ്യം വന്ന ഫഡേൽ മര്യാദയ്ക്ക് ഡ്രസ്സ് എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വല്ല മോശം സ്ഥലത്ത് തന്നെ കൊണ്ടിടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റൈൽ അവൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ പോയി ഇട്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ട് നേരെ തന്നെ ഫഡേലിനെ കാണിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ടൈമിലാണ് ആ കടയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരാൾ കയറി വരുന്നത്. അയാൾ വന്നോടനെ തന്നെ തോക്കൊക്കെ എടുത്തിട്ട് നേരെ ഇവരുടെ നേരെ വന്നിട്ട് ഇവരുടെ ഓപ്പോസിറ്റായി നിന്നിട്ട് നേരെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അതേ ടൈമിന് നമ്മുടെ സ്റ്റൈൽ നിൽക്കുന്നതിന് പുറത്തെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, അതുവഴി ഫഡേൽ ഒരാൾ തോക്കും പിടിച്ച് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടോടനെ തന്നെ അവനാണെങ്കിൽ നമ്മുടെ സ്റ്റൈലിനെ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ദേഹത്ത് വെടിയൊന്നും കൊള്ളുന്നില്ല. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഡ്രസ്സുകളെല്ലാം വെച്ചതിൻ്റെ ഇടയിൽ കൂടെ ഓടുന്നുണ്ട്. ഇയാൾ നിർത്തുന്നില്ല, ഇയാളും പുറകെ ഓടുവാണ്. അങ്ങനെ ഒരിടത്ത് നിന്ന് വിളിച്ചിരിക്കുന്ന ടൈമിന് നമ്മുടെ ഫഡേലിൻ്റെ കയ്യിൽ പപ്പ തോക്കിരിപ്പുണ്ട്. ആ സമയം അവനും തിരിച്ച് ഫയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ അവനുള്ള ബുള്ളറ്റ് തീരുവാണ്. അടുത്ത് ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്ന ടൈമിന് അവനിരിപ്പില്ല, ബുള്ളറ്റൊക്കെ വണ്ടിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവൻ എടുക്കാനും വിട്ടു വരും. നീ ഒരാൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ച, കടയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഈ സമയം നമുക്ക് ഇങ്ങനെയും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് സ്റ്റൈലിന്
സ്റ്റൈലിനോട് പറയാണ്. ആ സമയം സ്റ്റൈൽ എന്നെ എന്തിനാ കുറ്റം പറയുന്നത്, ഒരു കാര്യം ചെയ്യും, നീ പോയി വണ്ടി ചെന്നെടുക്ക്, ഞാൻ അയാളെ ഡിസ്ട്രാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റൈലാണെങ്കിൽ ഫഡേൽ പറയുന്നത് കേൾക്കാതെ അയാളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഫഡേലാണെന്നുള്ള രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ചുറ്റും ഇങ്ങനെ ഓടുന്നുണ്ട്. അങ്ങനെ അയാൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ടൈമിന് ഫഡേൽ കടയിൽ പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതേസമയം ഇയാൾ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റൈലിൻ്റെ കയ്യിലായിട്ട് ചെറുതായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൈയുടെ അകത്തേക്ക് ബുള്ളറ്റ് കയറുന്നില്ല, എന്നാൽ സൈഡിൽ കൂടെ ഒരങ്ങി പോയിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ. അത് കണ്ടിട്ട് കടയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫഡേൽ നേരെ കടയ്ക്കകത്തേക്ക് തിരിച്ചോടി നിന്നിട്ട് ഇയാളെ അടിച്ചിട്ടിട്ട് അയാളോട്ട് അടി തുടങ്ങിയിട്ട് അയാളുടെ ഹെൽമെറ്റ് മാറ്റിയിട്ട് അത് ആരാണെന്ന് നോക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പേ അയാളുടെ മുഖം റിവീലാവാതിരിക്കാനായിട്ട് ഫഡേലിനെ പിടിച്ച് മാറ്റിയിട്ട് നേരെ കടയിൽ നിന്ന് പുറത്തിറങ്ങി ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മേ ബി അത് കീനാവാനാണ് ചാൻസ് എന്നാണ്. അങ്ങനെ അതിനുശേഷം ഇവൻ നേരെ സ്റ്റൈലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ തന്നെ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണ്ടിനെയും ബൈസിനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിനാണ് നമ്മുടെ ബൈസിൻ്റെ വീട് നോക്കിക്കൊണ്ടിരുന്ന അവരുടെ വീടിൻ്റെ അടുത്തായിട്ട് താമസിക്കുന്ന ഇവർക്ക് ഫുഡ് കൊണ്ടുകൊടുത്ത ആ ഒരു വ്യക്തി അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാൾ വന്നിട്ട് ബൈസിൻ്റെ അടുത്ത് നമ്മുടെ ഈ സ്ഥലത്തേക്ക് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബൈസന് ഇവരെ ഉപദ്രവിക്കാനായിട്ട് വന്ന ആരെങ്കിലും ആണെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ ബൈസൺ നീ വീടിനകത്തേക്ക് കയറിയിരിക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കാണ്ട് ഇല്ല ഞാനും കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ബൈസൺ വേണ്ട അത് അപകടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് അപകടമായതുകൊണ്ടാണ് ഞാൻ അതിന് ഒറ്റയ്ക്ക് വിടത്തില്ല, കൂടെ വരുന്നു എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ നോക്കി ഇങ്ങനെ ഒളിച്ച് അതാരാന്നിങ്ങനെ നോക്കുന്ന ടൈമിലാണ് സ്റ്റൈലും ഫഡേലും കൂടെ അതുവഴി നടന്നു വരുന്നത് കാണുന്നത്. നമ്മുടെ സ്റ്റൈലിൻ്റെ കൈ മുറിഞ്ഞിരുന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് ഇവർ കാണുന്നുണ്ട്. അങ്ങനെ ഇവരെ കണ്ടോണ്ടേ സ്റ്റൈൽ ഫഡേലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ട് നേരെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ചെന്നിട്ട് സ്റ്റൈലിൻ്റെ അടുത്ത് എന്ത് പറ്റിയെന്ന് കാണ്ട് ചോദിക്കുകയാണ്. ഇതേസമയം കാണ്ട് ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാതിരുന്നത് കൊണ്ട് തന്നെ ഇപ്പം കാണ്ടിനെ കണ്ടതുകൊണ്ട് തന്നെ സ്റ്റൈലാണെങ്കിൽ നീ ജീവനോടെ ഉണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കാണ്ട് നീ അതൊക്കെ വിട്ടിട്ട് എന്താ പറ്റിയെന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം ബൈസനും എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഫഡേൽ അപ്പോൾ അതൊക്കെ പിന്നെ ചോദിക്കാം, ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നേരെ സ്റ്റൈലിനെ വീട്ടിലത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയിട്ട് കാണ്ടാണെങ്കിൽ നോക്കുന്ന ടൈമിന് ബൈസൺ ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കാരണം സ്റ്റൈലിൻ്റെ കൈ ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ അവ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന ടൈമിൽ കാണ്ട് കണ്ടിട്ട് അതിന് നിനക്കിതൊക്കെ അറിയാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ടിനും പ്രശ്നവും, അതുകൊണ്ട് അറിയാമെന്നുള്ള പോലെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഫഡേലും അത് തന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദന കൊണ്ടിട്ട് സ്റ്റൈല് അലറി വിളിക്കാതിരിക്കാനായിട്ട് അവൻ വായിലേക്ക് ഒരു കർച്ചീഫൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫഡേൽ ഇല്ല ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൽ ഇറുക്കി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഫഡേൽ ഇവനിങ്ങനെ കെയർ ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ നമ്മൾ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ബൈസനാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ ഇവരുടെ ആവശ്യത്തിന് മെഡിസിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റൈലിന് സെഡേഷൻ കൊടുത്ത് അവൻ്റെ ബോധം കെടുത്തിയിട്ടോ അങ്ങനെ ഒന്നും തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവൻ വേദന കൊണ്ട് വിളിക്കാതിരിക്കാനായിട്ട് അവൻ്റെ വായിലേക്ക് കർച്ചീഫ് വെച്ചതും അവൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിരിക്കുന്നതും ഒക്കെ. അതിനുശേഷം കാണിക്കുന്നത് ബൈസൺ പുറത്തിരിക്കുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് ഫഡേലും സംസാരിക്കുന്നതാണ്. അങ്ങനെ ഫഡേൽ നീ എന്തിനാ എന്നോട് പറയാതെ ഈ ഐലൻഡിലേക്ക് വന്നത്, പിന്നെ കാണ്ടിൽ നീ എന്തിനാ ഇപ്പോഴും കൊല്ലാതെ ജീവനോട് ഒച്ചയ്ക്ക് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ പറയാതെ വന്നതിന് സോറി, അത് പെട്ടെന്ന് ഞാൻ ആ ഒരു ആലോചനയിലേക്ക് വന്നു പോയതാണ്. പിന്നെ കാണ്ട് അവൻ എൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ആക്ച്വലി അവനിപ്പോൾ നമ്മുടെ സൈഡിലാണെന്ന് പറയുന്നുണ്ട്. എന്ന് ഇതൊന്നും കേട്ടപ്പോൾ തീരെ അങ്ങോട്ട് ഫഡേൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇത് കേട്ട് ഫഡേൽ അവൻ്റെ അടുത്ത് നീ എന്താ ഇത്ര പൊട്ടനാണോ വീണ്ടും അവനെ വിശ്വസിക്കാനെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ശരിക്കും നിനക്ക് തന്നെ അറിയുന്നുള്ളതല്ലേ, എനിക്ക് അവന് ഇഷ്ടമാണ്, പിന്നെ അവൻ നമ്മുടെ സൈഡിലാണുള്ളത്, എനിക്ക് അവനെ വിശ്വാസമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനെ ഫഡേൽ തോക്കെടുത്തിട്ട് നിനക്ക് അവനെ കൊല്ലാൻ വേണ്ടി വയ്യ, ഞാൻ അവനെ കൊന്നോളാം എന്ന് പറഞ്ഞിട്ട് നേരെ പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ബൈസൺ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് സ്റ്റൈലിനെയും കൂടെ കൊല്ല്, അവന് നമ്മളെ പറ്റിച്ചതല്ലേ, നിനക്ക് അവനെ കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ബൈസൺ ദേഷ്യം പിടിപ്പിച്ചതല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. അവനിങ്ങനെ സ്റ്റിച്ചിട്ടുകൊണ്ടിരുന്നപ്പോൾ നീയാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചതും അവനെ നോക്കിയ രീതി നീ അങ്ങനെയൊന്നും ഒരാളടുത്ത് ഒരു മുൻപ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നിനക്ക് അവനെ കൊല്ലാൻ പറ്റത്തില്ല. അവനെ കൊല്ലാൻ പറ്റുമെങ്കിൽ നീ എങ്കിൽ നീ കാണ്ടിനെ കൊന്നോളാൻ പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നീട് അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് സ്റ്റൈലാണെങ്കിൽ സ്റ്റിച്ചൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നതായിരുന്നു. അങ്ങനെ അവൻ ഉറങ്ങി കിടന്നിട്ട് എഴുന്നേൽക്കുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് കാണ്ട് വന്നിട്ട് അവൻ്റെ കയ്യിൽ മുറിവ് ഇപ്പം പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ അത് മാറാനായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ കാണ്ട് ഞാനാണെങ്കിൽ എല്ലാ സത്യങ്ങളും ബൈസനോട് തുറന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ഷോക്കായിട്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്, എല്ലാം തുറന്ന് പറഞ്ഞതോ, എന്നിട്ടും അവൻ നിന്നെ കൊന്നില്ലേന്ന് വെച്ചപ്പോൾ കാണ്ട് ഇല്ല അവനെന്നെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ ഓഹോ പവർ ഓഫ് ലവ് അല്ലേ, അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അതേസമയം കാണ്ടും എനിക്ക് തോന്നുന്നത് ഫഡേൽ നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്നാ, കാരണം നിനക്ക് സ്റ്റിച്ചിട്ടുണ്ടിരുന്ന സമയത്ത് അവൻ നിന്നെ നോക്കിയ രീതിയല്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ ചെറുതെന്ന് കാണിച്ചിട്ട് അങ്ങനെയാണോ എങ്ങനെയാണ് നോക്കിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ എങ്ങനെയാണോ ബൈസനെ നോക്കുന്നത് അതുപോലെയാ ഫഡേൽ നിന്നെ നോക്കിയത്, നിനക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ കാണ്ട് ഇവൻ്റെ അടുത്തേക്ക് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം അഭിനയിച്ച് കാണിക്കുന്നുണ്ട്.
അതിനുശേഷം കാണിക്കുന്നത് ഫഡയിലും ബൈസനോട് കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ആണ്ട് വന്നിട്ട് നമ്മൾ എന്താ കുക്ക് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നതാണ്. അതേസമയം പെട്ടെന്ന് തന്നെ ഫഡയിലാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ദേഷ്യത്തിലുള്ളത് കൊണ്ട് തന്നെ ഒന്നും നോക്കാതെ എഴുന്നേറ്റ് വന്ന് ഇവനെ അടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് തോക്കെടുത്തിട്ട് നീ ഒറ്റ ഒരുത്തം കാരണം ഇതൊക്കെ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇത് കണ്ട് പെട്ടെന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് ബൈസനെ ഓടി ഫഡയിലിനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഫഡയിൽ ബൈസനെ തള്ളി മാറ്റാണ്. എന്നിട്ട് ബൈസൻ്റെ അടുത്ത് നീ ഇതിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ബൈസൺ ഞാൻ ഓൾറെഡി അവനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം സോൾവ് ആക്കിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് ഫഡയിലാണെങ്കിൽ നീ സോൾവ് ആക്കി എന്നാൽ ഞാൻ സോൾവ് ആക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാണ്ടിനോട് നീ ഒരാൾ കാരണം നമ്മുടെ ലൈഫിൽ ഇത്രയും സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ കണക്കിന് തോക്കെടുത്തിപ്പോണ്ട്. ആ സമയം ബൈസൺ അവൻ്റെ തോക്കെടുത്തിട്ട് അത് നേരെ ഫഡയിലിൻ്റെ നേർക്ക് ചൂണ്ടുവാണ്. ആ സമയം ഫഡയിൽ നീ നിൻ്റെ സ്വന്തം ചേട്ടൻ്റെ നേർക്കാണ് തോക്ക് ചൂണ്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ ബൈസനാണെങ്കിൽ ചേട്ടനായിരിക്കാം, പക്ഷെ അവനെൻ്റെ ലൈഫാണ്, ആ ലൈഫിൻ്റെ അകത്ത് നിനക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം കിട്ടിയ സ്റ്റൈലും വന്നിട്ട് പ്ലീസ് നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവനൊന്നും ചെയ്യല്ലേ, അവനോട് സോറി പറഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ സോറി പറഞ്ഞാലും നീയൊക്കെ കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടത്തിലായെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എങ്കിൽ പിന്നെ എന്നെയും കൂടെ അങ്ങ് ഷൂട്ട് ചെയ്തേക്ക്, ഞാനും ഇതിൻ്റെ അകത്തുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ കാണുവിനെ നിർബന്ധിച്ച് കയറ്റിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ ടൈമിന് സ്റ്റൈലാണെങ്കിൽ എന്നെ ആരും നിർബന്ധിച്ചതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇതിലേക്ക് വന്ന് കയറിയതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണാണെങ്കിൽ നിനക്ക് ഒരു ചാൻസ് ഞങ്ങൾക്ക് തന്നുകൂടെ, ആൾക്കാരെപ്പോഴും മിസ്റ്റേക്ക് ചെയ്യും, ഒരൊറ്റ ചാൻസ് തന്നുകൂടെ, ഞാനാണെങ്കിൽ എന്ത് വേണോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം, ഞാനായാലും സ്റ്റൈലായാലും എനിക്ക് അവനെ ബൈസനെ ഒരുപാട് ഇഷ്ടമാണ്, സ്റ്റൈലിന് അതുപോലെ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലും മരിക്കുവാണെങ്കിൽ ഒരുമിച്ചെന്നുള്ള രീതിയിൽ കാണ്ടിൻ്റെ കൂടെ തന്നെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ഷൂട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അതേസമയം ഫഡയിലാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങ് നടന്നു പോവാണൊന്നും മിണ്ടാതെ. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് പിന്നീട് ബൈസനാണെങ്കിൽ ഡ്രസ്സെന്ന് പറയാൻ പറ്റില്ല, എന്താ റൂമിലിടാനുള്ള ഷീറ്റും സംഭവങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് കണ്ടു വന്നിട്ട് ഓ നീ ഭയങ്കര അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഓ ഇതൊക്കെ സിമ്പിൾ ജോലിയല്ലേ, ഇത് ഞാൻ ഫഡയിലിൻ്റെ സ്റ്റൈലിൻ്റെ റൂമിന് വേണ്ടിയിട്ട് ബെഡിലിടാനുള്ള ആ ഒരു ഷീറ്റെല്ലാം ഒന്ന് കഴുകിയിട്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് അതിന് ഫഡയിൽ സ്റ്റൈലിനോട് ഒരു റൂമിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുമെന്ന് ചോദിക്കുന്ന ടൈമിന് ബൈസനാണെങ്കിൽ എങ്ങനെയും സമ്മതിപ്പിച്ചെടുക്കണം, അവന് നല്ല ഈഗോ ഉണ്ട്, എന്നാലും നമുക്ക് ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്ന ടൈമിന് ബൈസനാണെങ്കിൽ അത് പിന്നെ അവൻ്റെ ആ ഒരു വിശ്വാസമല്ലേ സ്റ്റൈൽ നശിപ്പിച്ചത്, അപ്പോൾ പിന്നെ അത് തിരിച്ചെടുക്കാൻ ടൈം എടുക്കും, നീയും അതുപോലെ തന്നെ എന്നെ ഒരുപാടിട്ട് വിഷമിപ്പിച്ചു, എനിക്കിപ്പോഴും ഡൗട്ടാ നിൻ്റെ അടുത്ത് ക്ഷമിച്ചത് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമാണോ ഇല്ലേ എന്നൊക്കെ പറയുന്ന ടൈമിന് കാണ്ട് അവനെ ഹഗ് ചെയ്തിട്ട് നീ എടുത്തത് ഒരു കറക്റ്റ് ഡിസിഷനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ അല്ല നമ്മുടെ കാര്യം വിട്, പക്ഷേ ഫഡയിലിൻ്റെ സ്റ്റൈലിനെ എങ്ങനെ ഇനി ഒന്ന് സെറ്റാക്കി എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറയാണ്. അതും കാണിച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 എൻഡാക്കാണ്, മൊത്തം ചെയ്യണമെന്നുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ പഠിക്കാണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല, ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ടെന്നാൽ തീരെ പറ്റാത്ത സിറ്റുവേഷനാണ്, അത്രയ്ക്ക് ടഫായിട്ട് ഇങ്ങനെ ടൈമൊന്നും കിട്ടാതെ നിൽക്കുവാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തത്. പക്ഷേ ട്രൈ ചെയ്യാം, പിന്നെ ചിലപ്പോൾ ചാനൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഒന്ന് ടെമ്പററി ആയിട്ട് നിർത്തി വയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നേക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം, പക്ഷേ അങ്ങനെ നിർത്തരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ പറ്റുന്ന പോലെ തന്നെ അടുത്ത പാർട്ട് വിടാം, ഇനി വരുന്ന എപ്പിസോഡിൽ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടിരുന്നേരെ ബൈ.